ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവരും തന്നെ വീട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, എല്ലാവരും തന്നെ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഇവിടെ ഏകദേശം 11:30 മണിയിട്ടുണ്ടാവും. നമുക്ക് രണ്ടാൾക്കും നല്ല ക്രേവിങ്സ്. അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കഴിക്കണം എന്നുള്ള ഭയങ്കര ക്രേവിങ്സ്. അപ്പം ഞാനൊരു 2 ആഴ്ചയായിട്ടത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ, ഈ കൊറിയൻ നൂഡിൽസ്. ഇതുവരെയായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് കിംചി ഫ്ലേവർ വരുന്ന കൊറിയൻ നൂഡിൽസ് ആണ് കേട്ടോ. ബുൾഡാക് കിംചി ഹോട്ട് ചിക്കൻ ഫ്ലേവർ റാമൻ എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് കേട്ടോ. മെയ്ഡ് ഇൻ കൊറിയ ആണ്. നല്ല സ്പൈസി ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. അതുപോലെ തന്നെ കിംചി ഉണ്ട്. നമ്മൾ കുറെ വീഡിയോസ് ഒരിടക്ക് ട്രെൻഡിങ് ആയിരുന്നു കിംചിയുടെ. ഇങ്ങനത്തെ ഒരു സാധനം വെച്ച് ലച്ചൂസ് ഒക്കെ പോലത്തെ ഒരു സാധനം വെച്ച് ഉണ്ടാക്കണത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇത് സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. വയ്യ ഗൈസ്, നമ്മള് ഈ ഒരു പാക്കറ്റ് പൊട്ടിക്കാൻ പോണേ കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. നമ്മൾ സാധാരണയായിട്ട് മാഗി ഉണ്ടാക്കണ പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഇതിൻ്റെ അകത്ത് രണ്ട് സോസ് ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു സോസ് ഉണ്ട് കേട്ടോ, ഇത് ചില്ലി സോസ് ആണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ മാഗി മസാല പോലത്തെ ഒരു മസാല, ഇത് കിംചി എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 സോസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാഗിയും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം മാഗി തന്നെ ഇടാം. വലിയ മാഗി ആട്ടോ, കുറച്ച് തോന്നാൻ നമ്മൾ കുറച്ചും കൂടി ഇത് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്യണം തോന്നുന്നുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഫൈൻ. ഇത്ര തന്നെ മതിയാവും. ഇനി നമുക്ക് അടുത്തത് ഇത് നമുക്ക് ആഡ് ചെയ്യാം. എന്തായാവും അറിയില്ല, ഇത് ആഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്താ ഫ്ലേക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അറിയത്തില്ല. എന്തൊരു മണം ഉണ്ട് കേട്ടോ. എന്തോ ഒരു കറുത്ത സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ കിംചി സോസാണ്, അല്ല ഈ നൂഡിൽസിന്റെ സോസാന്ന് തോന്നുന്നുണ്ട്. ഇതും നമുക്ക് ആഡ് ചെയ്യാം. കളർ നോക്കിയേ ഗൈസ്, ഇതിന്റെ കളർ വേറെ ലെവൽ കളറാട്ടോ. നമുക്കിത് നൈസായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല ഗ്രീൻ ചില്ലിയുടെ ഫ്ലേവർ, നല്ല എരിവാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല എരിവിന്റെ മണം വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇത് നന്നായിട്ട് വേവട്ടെ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഇതിപ്പം വെള്ളം കുറച്ച് കൂടിപ്പോയിന്ന് തോന്നണേ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വറ്റിച്ചെടുക്കാം. നിങ്ങളിത് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമായോ, അതുപോലെ തന്നെ നിങ്ങൾ ഏതാണ് ട്രൈ ചെയ്തതെന്ന് പറയണം. നമ്മളുടെ ആ റെഡ് പാക്കാണ്, പാക്കേജിങ് കളഞ്ഞ് ആ റെഡ് ആണോ, പിന്നെ ഒരു ബ്ലാക്കും കൂടി കണ്ടായിരുന്നു, അതാണോ എന്ന് പറയണം കേട്ടോ. ഞാനിതാ മൂർ മാർക്കറ്റില്, നമ്മുടെ ഷെഫീൽഡ് സിറ്റി സെന്ററിൽ ഒരു മൂർ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ മാർക്കറ്റിൽ പോയപ്പോ തന്നെ ഞാൻ ചോദിച്ചു, ഞാൻ ആദ്യമായിട്ടാണ് കൊറിയൻ നൂഡിൽസ് ട്രൈ ചെയ്യണത്. അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാന്ന് നോക്കിയിട്ട് ചോദിച്ചു. അപ്പം അവിടുത്തെ സ്റ്റാഫ് ഒരു കൊറിയൻ ലേഡി തന്നെയായിരുന്നു. ആളെന്നിട്ട് എടുത്തു തന്നതാണ് എനിക്കിത്. അപ്പൊ വിചാരിക്കുന്നത് നന്നായിരിക്കും വിചാരിക്കുന്നു. നോക്കാം നമുക്ക്. ഭയങ്കര വലിയ നൂഡിൽസ് ആട്ടോ, നമ്മുടെ പോലത്തെ നൂഡിൽസ് അല്ല, നല്ല വലിയ നൂഡിൽസ് ആണ്. കണ്ടോ, ഭയങ്കര വലിയതാണ് നൂഡില്. സലീഷ് ബ്രോ എക്സൈറ്റഡ് ആണോ കഴിക്കാൻ വേണ്ടിട്ട്? കണ്ടിട്ട് എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. എന്ത് പറ്റി? ഇതിന്റെ കളറ് പേടിയാവുണ്ടോ കഴിക്കാൻ? നാളെ രാവിലെ
എന്താവുന്ന ഞാൻ ആലോചിക്കണം. പേടിയാവുന്നുണ്ടോ? സ്മെല്ല് എന്തൊക്കെയോ സോസിന്റെ മണം വരുന്നുണ്ട്. നല്ല സ്മെല്ല്, എന്തോ സോസിന്റെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. ഓക്കെ അതായിക്കോട്ടെ, അവിടെ ഇരുന്നിട്ട് കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മുടെ ആദ്യത്തെ ന്യൂ ഇയർ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേക്കാം. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഏറ്റവും ലാസ്റ്റ് നമ്മളായിരിക്കും പറഞ്ഞല്ല ന്യൂ ഇയർ ഒക്കെ. അതെ, ന്യൂ ഇയർ പുതിയ ഇയറിൽ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത് ഞങ്ങളാണ്. ലേറ്റ് ആയിട്ടല്ലേ? ലേറ്റ് ആയിട്ട് ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത് നമ്മളെന്ന് പറയുന്നത്. ഇത് വേറെ എത്ര ടൈം വേണോടി? കുറച്ചേരം പിടിക്കും, അത് നന്നായിട്ട് വെന്തോട്ടെ. അതുപോലെ തന്നെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ എല്ലാം? ഇന്നെന്താണ് ഇപ്പൊ നൈറ്റ് ഒരു ക്രേവിംഗ് പോലെ തോന്നുന്നത്? വിശന്നിട്ടിരിക്കല്ലേ, തണുപ്പൊക്കെ. അതാണോ ഒരു ക്രേവിങ്? വിശക്കുണ്ട്. ജോലി ചെയ്ത് വന്നതിന്റെ ഒരു തീ കൂടുതലാണോ? അല്ല തീ കൂടുതലല്ല. അത് കുഴപ്പമില്ല, ഇളക്കണ്ടത്, അത് അങ്ങനെ ആയിക്കോളും ഗ്രേവി ഒക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ, നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ന്യൂ ഇയർ ഒക്കെ എങ്ങനെ പോകുന്നു? പുതിയ വർഷം എന്തൊക്കെ, ഫസ്റ്റ് മന്തിൽ എന്തൊക്കെ സംഭവിച്ചു? ന്യൂ ഇയറിൽ എന്തൊക്കെ റെസൊല്യൂഷൻസ് എല്ലാവരും എഴുതിയിട്ടുണ്ട്? അതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അതന്നെ, നമ്മളിവിടെ വെയിറ്റിംഗ് ഫോർ നൂഡിൽസ് അല്ലേ? നല്ലൊരു അച്ചാറിന്റെ ഒക്കെ മണം വന്നിട്ട് കേട്ടോ. ഇതെന്താന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല അച്ചാറിന്റെ മണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പൈസി ആണ് കേട്ടോ സംഭവം. നൂഡിൽസ് നമുക്ക് സ്മെല്ലിൽ തന്നെ ആ ഒരു സ്പൈസിനെസ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നുണ്ട് കൊറിയൻ നൂഡിൽസ് കുറച്ച് സൂപ്പി ആയിട്ടല്ലേ കഴിക്കുന്നത്. നമുക്ക് കുറച്ച് ഡ്രൈ ആക്കി കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് ഡ്രൈ ആണ് ഇഷ്ടം, എനിക്ക് സൂപ്പി അധികം ഇഷ്ടമല്ല. ഞാൻ വിചാരിക്കുന്നു കുറച്ച് ഡ്രൈ ആക്കാം എന്നുള്ളത് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 2024 തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോറി. അപ്പം നമുക്ക് നൂഡിൽസ് ചെയ്യുന്നത് ഗൈസ്. നമുക്കിത് തോന്നുന്നു, നമുക്കിത് എടുക്കാൻ തോന്നുന്നുണ്ട്. കാരണം ഇതിപ്പം അത്യാവശ്യം ആയിട്ടുണ്ട്, ഇനി ഡ്രൈ ആക്കുന്നില്ല. നമുക്കിത് എടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തൊക്കെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോ അംഗം തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ സലീഷ് ബ്രോ ആട്ടോ ടേസ്റ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, അതെടുത്ത് കയ്യിൽ പിടിക്കാൻ പറ്റുമോ? അതെടുത്തിട്ട് ഇല്ല, നല്ല ചൂടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ആദ്യം ഇതിന്റെ ഗ്രേവി ഉണ്ട് നോക്കാം നൈസായിട്ട്. ഓക്കെ. അയ്യ, അങ്ങനെയല്ല, വേണ്ട, കഴിക്കേ. ഗ്രേവി അല്ലാണ്ട് കിട്ടില്ലല്ലോ. അതല്ല, അതിന് സ്പൂണിൽ എന്തായാലും കിട്ടില്ലല്ലോ. കഴിക്കെന്ന് പറഞ്ഞിട്ട് പറയുന്നേ. നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കും. എങ്ങനെയുണ്ട് നോക്ക്, കഴിച്ചോക്ക്. വായൊന്നും വെള്ളിക്കണ്ട, ചൂടൊക്കെ മാറി കഴിച്ചാൽ മതി. ചെറിയൊരു അമ്പോ, എങ്ങനെയുണ്ട്? നല്ല എരിയുണ്ട്. എവിടെ നോക്കട്ടെ, മുഖം നോക്കട്ടെ. വെള്ളം തരും. നല്ല എരിയാണോ? നാവിന്റെ എരിയണം. വെള്ളം എടുത്താ. എങ്ങനെയുണ്ട് സലീഷ് ബ്രോ? എനിക്ക് ടേസ്റ്റ് ഇഷ്ടായില്ല. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫ്ലോപ്പാണോ? ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഗൈസ്, അപ്പൊ എനിക്ക് നല്ല പേടിയുണ്ട്. സലീഷ് ബ്രോ ഓൾറെഡി പറഞ്ഞു നല്ല സ്പൈസിയാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കഴിക്കണമല്ലോ, നമ്മൾ ആഗ്രഹിച്ച് മേടിച്ചാണ്. നല്ല വലിയ ബിഗ് നൂഡിൽസ് ആണ് കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം. ആക്ച്വലി നല്ല എരിവുണ്ട്, അതുപോലെ തന്നെ നല്ല പുളി ഫ്ലേവർ ഉണ്ട്. അച്ചാറിന്റെ സോയാ സോസിന്റെ ഫ്ലേവർ എനിക്ക് ഫീൽ ചെയ്തു. അച്ചാറിന്റെ ഒരു നല്ല ഡാർക്ക് കളർ സോസ് വന്നിട്ടുള്ള സോയാ സോസ് മിക്സ് ആണ്. നല്ല അത്യാവശ്യം സ്പൈസി ആണ്, പക്ഷെ എന്നാലും എന്താ പറയണ്ടേ, ഭയങ്കര ഒരു പുളിപ്പ് രസമുണ്ട് നന്നായിട്ട്. അതുപോലെ തന്നെ കിംചി
ഈ സാധനം എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. ഇത് നമ്മൾ ഇട്ടതായിരുന്നു. അതിനൊരു ഫ്ലേവർ ഇല്ല കേട്ടോ, പക്ഷെ എരിവ് മാത്രമേ ഉള്ളൂ, ഫ്ലേവർ ഇല്ല. എനിക്ക് തോന്നുന്നത് ക്യാബേജിന്റെ പോലത്തെ എന്തോ ഇതാണെന്ന് തോന്നുന്നുണ്ട്, അതെനിക്കറിയില്ല. കറക്റ്റായിട്ട് അറിയാവുന്നൊരു കമന്റ് ചെയ്യണേ. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ എന്നുള്ളത് കമന്റ് ചെയ്യണം. നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് നോക്കാം. ആക്ച്വലി നല്ലതാണ്. കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ അത്രയും ഫ്ലേവർ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാഗിയുടെ അത്രയും ഫ്ലേവർഫുൾ അല്ലാന്ന് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ല എരിവുണ്ട്. ഇത് നിങ്ങൾ നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. എങ്ങനത്തെ ടേസ്റ്റ്, അതല്ലെങ്കിൽ ഒരു ബ്ലാക്കും കൂടി ഉണ്ട്, ഇനി അതും കൂടി മേടിച്ച് ട്രൈ ചെയ്യണം. പക്ഷെ ഇതിൻ്റെ അകത്ത് കിംച്ചി ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ അകത്ത് നൂഡിൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ. കിംച്ചിയുടെ ഫ്ലേവർ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ ഒരു രാത്രി ഒരു ക്രീവിങ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. വെള്ളം എല്ലാവരും അടുത്ത് വെച്ചിട്ട് കഴിക്കണം കേട്ടോ. നൈസ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും കിംച്ചി നൂഡിൽസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഏതാണ് നിങ്ങൾ ഏത് ഫ്ലേവറാണ് കഴിച്ചത്, ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.